നമസ്കാരം. മലയാളി വാർത്ത പ്രവാസിയിലേക്ക് സ്വാഗതം. സൗദിയിൽ ഉഷ്ണതരംഗം പ്രകടമായതായി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വക്താവ് ഹുസൈൻ അൽ ഖഹ്താനി അറിയിച്ചു. കിഴക്കൻ സൗദിയിൽ ഇന്നലെ അനുഭവപ്പെട്ടത് ഈ പ്രാവശ്യത്തെ ഏറ്റവും ഉയർന്ന താപനിലയാണ്. അതികഠിനമായ ചൂട് അനുഭവപ്പെട്ട പ്രവിശ്യയിൽ താപനില 50 ഡിഗ്രി വരെ രേഖപ്പെടുത്തി. വേനലിന്റെ ആദ്യ പാദത്തിൽ തന്നെ ഉഷ്ണതരംഗം പ്രകടമായത് വരും ദിവസങ്ങളിൽ ചൂട് വർദ്ധിക്കുമെന്നതിന്റെ സൂചനയാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കിഴക്കൻ പ്രവിശ്യയിലും റിയാദ് മേഖലയിലും ഉഷ്ണതരംഗം വരും ദിവസങ്ങളിൽ തുടരാമെന്നും കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കി. കടുത്ത ചൂടിൽ പലയിടത്തും എയർ കണ്ടീഷൻ സംവിധാനങ്ങളും വൈദ്യുത വിതരണങ്ങളും തടസ്സപ്പെട്ടിട്ടുണ്ട്. കടുത്ത ചൂടിൽ സൂര്യതാപം ഏൽക്കാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കാൻ ആരോഗ്യ മന്ത്രാലയം ഇതിനകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഇത്തവണ അതികഠിനമായ ചൂടിന് രാജ്യം സാക്ഷ്യം വഹിക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം നേരത്തെ മുന്നറിയിപ്പ് നൽകി. തെക്കൻ മേഖലയിലെ അസീർ പ്രവിശ്യയിലും ജിസാനിലും ഇടിമിന്നലും ശക്തമായ കാറ്റുമാണ് ഉണ്ടാകാൻ സാധ്യത. അതേസമയം മക്ക മേഖലയിൽ പൊടി ഇളക്കിവിടുന്ന രീതിയിലുള്ള കാറ്റാണ് വീശാൻ പോകുന്നത്. കിഴക്കൻ പ്രവിശ്യയിലും റിയാദിലും ഇനിയുള്ള ദിവസങ്ങളിൽ കഠിനമായ ചൂട് അനുഭവപ്പെടുമെന്നതിനാൽ കടുത്ത ജാഗ്രത പാലിക്കണമെന്നും ഉഷ്ണതരംഗം ആഞ്ഞു വീശുമെന്നും അതനുസരിച്ച് അപ്പോൾ ആവശ്യമായ മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും കേന്ദ്രം നൽകുമെന്നും ഖഹ്താനി വ്യക്തമാക്കി. കിഴക്കൻ പ്രവിശ്യയിലെ അൽ അഹ്സാനിയിൽ വ്യാഴാഴ്ച രേഖപ്പെടുത്തിയത് ആ മേഖലയെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത 47 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. മധ്യമ പ്രവിശ്യയിലെ വാദി ദവാസിർ, വടക്കു കിഴക്കൻ മേഖലയിലെ റഫർ, അൽ ബാത്വക്കീൻ എന്നിവിടങ്ങളിൽ വ്യാഴാഴ്ച 46 ഡിഗ്രിയും മക്ക, അൽ ഖർജ്, ഷറൂറ, റൗദ, അൽ തനാത്തത്ത്, അൽ ദഹന, അൽ സമാൻ എന്നിവിടങ്ങളിൽ 45 ഡിഗ്രിയും റിയാദിൽ 44 ഡിഗ്രിയും ചൂടാണ് രേഖപ്പെടുത്തിയത്. പൊതുവെ തണുത്ത മേഖലകളായ അസീർ പ്രവിശ്യയിലെ അൽ സൗദ പർവ്വത മേഖലയിൽ 15 ഡിഗ്രിയും, അബ്ഹായിൽ 19 ഡിഗ്രിയും, അൽബാഹയിൽ 20 ഡിഗ്രിയും, വടക്കൻ മേഖലയിലെ മഞ്ഞ് വീഴ്ച ഉണ്ടാകാറുള്ള അൽ ഖുറയാത്തിൽ 23 ഡിഗ്രിയും, തുറൈഫിൽ 24 ഡിഗ്രിയും ചൂട് രേഖപ്പെടുത്തി. ജൂലൈ പകുതി മുതൽ ഓഗസ്റ്റ് അവസാനം വരെയാണ് ഏറ്റവും ശക്തമായ ചൂട് അസാധാരണമായി അനുഭവപ്പെടാറുള്ളത്. കനത്ത ചൂട് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നുണ്ട്. വെയിലത്ത് ഏറെ നേരം നിൽക്കുന്നത് ഒഴിവാക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തൊഴിലാളികൾക്ക് ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെ ഉച്ച 12:30 മുതൽ 3 വരെ നേരിട്ട് സൂര്യപ്രകാശത്തിൽ ജോലി ചെയ്യുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 11 വൈകിട്ട് 4 ഇടയ്ക്ക് സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കുന്ന രീതിയിൽ പുറത്തിറങ്ങുന്നത് സൂര്യാഘാതം, നിർജ്ജലീകരണം തുടങ്ങി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ പുറത്തിറങ്ങുകയാണെങ്കിൽ കുട കരുതണം, ധാരാളം വെള്ളം കുടിക്കുകയും വേണം. അതേസമയം രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ഈ ആഴ്ചയിൽ തന്നെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഓൺലൈൻ കാലാവസ്ഥാ മാപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ശനി ഞായർ ദിവസങ്ങളിൽ അലൈനിലും ശനി ഞായർ ദിവസങ്ങളിൽ ഫുജൈറയിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. അബുദാബിയുടെ ഉൾപ്രദേശങ്ങളായ റസീൻ, അൽ ഖ്വായ എന്നിവിടങ്ങളിലും ഇടിയോടുകൂടിയ മഴയുണ്ടാകും.